ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മാഗ്നറ്റിക്സിനെ കുറിച്ചാണ്. നമ്മൾ 10th ആണെങ്കിലും +2 ആണെങ്കിലും ഏതൊരു ടോപ്പിക് എടുത്ത് നോക്കി ഫിസിക്സിൻ്റെ ഏതൊരു ടോപ്പിക് എടുത്ത് നോക്കിയാലും അതിനകത്തെ മെയിൻ ഒരു ചാപ്റ്ററാണ് മാഗ്നറ്റിസം. അതിനകത്ത് നമ്മൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആരും സ്കിപ്പ് ചെയ്ത് ഫുൾ വീഡിയോ കാണുക. 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. 25 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മുൻവർഷങ്ങളിൽ ആർമി ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ 25 ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും പ്രോപ്പറായിട്ട് പഠിക്കുക. ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ചാപ്റ്റർ ഫുള്ളായിട്ട് കവർ ചെയ്യുമ്പോഴത്തേക്കും മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്റർ എന്താണ് ബൈ ഹാർട്ടായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: Which of the following is a magnet material? താഴെ തന്നിരിക്കുന്നതിനകത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുക. എന്താണ് മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മാഗ്നറ്റ് നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ അട്രാക്റ്റ് ചെയ്യുക അല്ലേ? മാഗ്നറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒബ്ജക്റ്റിനെ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. നമുക്കറിയാം 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നോക്കിയേ: വുഡ്, പ്ലാസ്റ്റിക്, അയൺ, ഗ്ലാസ്. ഇതിനകത്ത് നമുക്കറിയാവുന്ന ഏതാണ്? വുഡിനെ അറിയാം, പ്ലാസ്റ്റിക് അറിയാം, അയൺ അറിയാം, ഗ്ലാസ് അറിയാം. ഇതിനകത്ത് മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യുന്നത് ഒരേ ഒരു ഒബ്ജക്റ്റിന് മാത്രമാണ്. ഏതാണ്? അയൺ പീസ്. ഏതാണ്? അയൺ പീസിനെ മാത്രമാണ് എന്ത് ചെയ്യുക? മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യുന്നത്. വുഡിന് എന്ത് ചെയ്യത്തില്ല? വുഡ് എന്ന് പറഞ്ഞാൽ തടി എന്ത് ചെയ്യത്തില്ല? മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യത്തില്ല. പ്ലാസ്റ്റിക്കിന് എന്ത് ചെയ്യത്തില്ല? മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ എന്താണ്? ഗ്ലാസിനെ മാഗ്നറ്റ് എന്ത് ചെയ്യത്തില്ല? അട്രാക്റ്റ് ചെയ്യത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? ഒരു ബാർ മാഗ്നറ്റിന് എടുത്തോട്ട് നമ്മളൊരു പീസ് അല്ലെ, ഒരു പീസ് അയൺ പീസ് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു അയൺ കൊണ്ട് നിർമ്മിച്ച ഏതെങ്കിലും മെറ്റീരിയൽ കൊണ്ട് ചെയ്താൽ എന്ത് പറ്റും? ആ മാഗ്നറ്റ് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇതാണ് അയൺ അല്ലേ? അയണിൻ്റെ എന്താണ് സിംബോളിക് റെപ്രസെൻറ്റ്? അയണിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? Fe ആണ് അല്ലേ? ഫെറം എന്നറിയപ്പെടുന്ന ലാറ്റിൻ നെയിമിൽ നിന്നാണ് എന്ത് ചെയ്യുക? അയൺ എന്നുള്ള വസ്തുവിൻ്റെ അല്ലേ Fe എന്നുള്ള നമ്മൾ എന്ത് ചെയ്യുക? മൂലകത്തിന് അല്ലെങ്കിൽ എന്താണ് ആ വസ്തുവിന് എന്ത് ചെയ്തു? പേര് നൽകിയത് ഫെറം എന്നുള്ള ലാറ്റിൻ നെയിമിൽ നിന്നാണ്. ക്ലിയർ ആണേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് ചോദിച്ചത്. മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്തെടുക്കുന്ന ഒബ്ജക്റ്റുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ദ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റ് വേർ ഇറ്റ് ഫോഴ്സ് ക്യാൻ ബി ഫെൽറ്റ് ഈസ് കോൾഡ്. എന്താ പറഞ്ഞേക്ക? ഒരു മാഗ്നറ്റ് ഉണ്ട്, ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. നോർത്ത് പോളും സൗത്ത് പോളും ഉള്ള ഒരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനെന്ത് ചെയ്യുന്നുണ്ട്? ദ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റ് വേർ ഇറ്റ്സ് ഫോഴ്സ് ക്യാൻ ബി ഫെൽറ്റ് ഈസ് കോൾഡ്. ഇതിന് ചുറ്റും എന്തുണ്ട്? ഒരു ഫീൽഡ് ഉണ്ട് അല്ലെ? ആ ഫീൽഡിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്നറിയപ്പെടുക. എന്താണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡിന് ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫീൽഡ് ലൈൻസിനകത്താണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നെങ്കിൽ അതിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? മാഗ്നറ്റിനെ അട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റൂ. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് പുറത്താണെങ്കിൽ എന്ത് ചെയ്യത്തില്ല? മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യത്തില്ല. ഇത് നോക്കിയ ക്വസ്റ്റ്യൻ ഇതാണ്: ദ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റ് വേർ ഇറ്റ് ഫോഴ്സ് ക്യാൻ ഫെൽറ്റ് ഈസ് കോൾഡ് അല്ലേ? നോക്കിയേ ഓപ്ഷൻ, നോക്കിയേ ഓപ്ഷൻ. ഒന്നാമത്തേതാണ് മാഗ്നറ്റിക് ഫീൽഡ്, രണ്ടാമത്തെ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ്, മൂന്നാമത്തെ എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, നാലാമത്തെ എന്താണ്? ഫോഴ്സ് ഫീൽഡ് അല്ലേ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻ എന്താ പറഞ്ഞേക്കുക? ദ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മാഗ്നറ്റിക് ഫീൽഡ് ആണ് അല്ലേ? രണ്ടാമത്തെ ആൻസർ ഏതാണ്? മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? മാഗ്നറ്റ് ചുറ്റും അല്ലെ മാഗ്നറ്റിന്റെ ആ പവർ കാണിക്കുന്ന ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഒരു ഒബ്ജക്റ്റിനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ അട്രാക്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലാണ് ആൻഡ്രോയിഡ് ആർമി, നേവി, SSC, RRB. ഡെയിലി നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ലഭിക്കുക, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ലഭിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് പോകുന്ന ചാപ്റ്റർ വൈസ് ആയിട്ടുള്ളതോ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള എന്താണ് ലൈവ് സെക്ഷൻസിൻ്റെ ഒക്കെ PDF ലഭിക്കുന്നതും ഈ ഒരു ടെലഗ്രാം ചാനലാണ്. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെ നോട്ടിഫിക്കേഷൻസും എല്ലാം ലഭിക്കുന്നത് ഈ ഒരു ടെലഗ്രാം ചാനലാണ്. ഇതുവരെ ഫോളോ ചെയ്യാത്തവർ നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. കറക്റ്റ് അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്:
ലൈക്ക് പോൾസ് ഓഫ് ടു മാഗ്നറ്റ്സ്. നമുക്കറിയാം ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് പോളാണ് ബാർ മാഗ്നറ്റിലുള്ളത്. ഏതാണ്? നോർത്ത് പോളും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? സൗത്ത് പോളും ഉണ്ട് അല്ലേ? നോർത്ത് പോളും സൗത്ത് പോളുമാണ് ഒരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് പോൾസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ പോൾസ് ആണ്? നോർത്ത് പോളും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? സൗത്ത് പോളും ഉണ്ട്. ഇനി നോക്കിയേ, ലൈക്ക് പോൾസസ് ഓഫ് ടു മാഗ്നറ്റ്, രണ്ട് മാഗ്നറ്റിന്റെ എന്താ പറഞ്ഞേക്കാം ലൈക്ക് പോൾസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ആയിട്ടുള്ള പോൾസിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക? ലൈക്ക് പോൾ. അതിനെ നോക്കി, നോർത്തും നോർത്തും അല്ലെങ്കിൽ എന്താണ്? സൗത്തും സൗത്തും, ഇതാണ് ലൈക്ക് പോൾസ്. അൺലൈക്ക് പോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അൺലൈക്ക് പോൾസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നോർത്തും ഒന്ന് സൗത്തും ആയിരിക്കും, അല്ലെങ്കിൽ ഒന്ന് സൗത്തും ഒന്ന് നോർത്തും ആയിരിക്കും അല്ലേ? നോർത്തും സൗത്തും ആണെങ്കിൽ എന്താണ്? അൺലൈക്ക് പോൾസും. രണ്ടും ഒരേ കണക്കാണെങ്കിൽ എന്താണ്? സെയിം പോൾസും ആയിരിക്കും. ഇനി നോക്കിയേ, ക്വസ്റ്റ്യൻ ഇവിടാണ്. ലൈക്ക് പോൾസസ് ഓഫ് ടു മാഗ്നറ്റ്, രണ്ട് മാഗ്നറ്റിന്റെ ലൈക്ക് പോൾസസ് എങ്ങനെയാണ് ആക്ട് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, അട്രാക്ട് ഈച്ച് അതർ. എന്താണ്? രണ്ടും കൂടെ അട്രാക്ട് ചെയ്യുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റിപ്പൽ ഈച്ച് അതർ. രണ്ടും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പൽ ചെയ്യുക, അല്ലെങ്കിൽ ഇത് കൂടി ചേർത്തില്ല, തെന്നി മാറുന്ന രീതി. അടുത്ത നോക്കിയേ, നെയ്തർ അട്രാക്റ്റഡ് നോർ റിപ്പൽ. ഒന്നെങ്കിൽ എന്ത് അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ എന്ത് റിപ്പൽ ചെയ്യും. അടുത്തയാണ് സ്റ്റിക്ക് പെർമനൻ്റ്ലി, അല്ലെങ്കിൽ എന്താണ്? രണ്ടും കൂടെ ഒരുമിച്ച് കൂടി ചേർന്ന പെർമനൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒട്ടിയിരിക്കും എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. നോക്കി, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ലൈക്ക് പോൾസസ് ഓഫ് ടു മാഗ്നറ്റ്, ഒരേ ടൈപ്പ് പോൾസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും വരിക? റിപ്പൽ ആയിരിക്കും വരുന്നത് അല്ലേ? നോർത്ത് പോളും എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പൽ ചെയ്യുന്നുണ്ട്. സൗത്ത് പോളും വന്നാൽ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പൽ ചെയ്യുന്നുണ്ട്. അന്നേരം നോക്കിയേ, ലൈക്ക് പോൾസസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ? റിപ്പൽ ഈച്ച് അതർ അല്ലേ? നമുക്കറിയാം ഒരു ഫോഴ്സ് അല്ലെ, രണ്ട് മാഗ്നറ്റ് കൊണ്ടുവന്ന് രണ്ട് ഡിഫറെൻറ്റ് ഒരേ കണക്കുള്ള പോൾസ് കൊണ്ടുവന്ന് എന്ത് ചെയ്യും? അവിടെ ഒരു ബലം നമുക്ക് അനുഭവപ്പെടും അല്ലേ? അതിനാണ് എന്തെന്ന് പറയുക? റിപ്പൽ. അത് ഒരിക്കലും കൂടി ചേരത്തില്ല. അന്നേരം നോക്കിയേ, ലൈക്ക് പോൾസസ് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? റിപ്പൽ ആയിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണേ? ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അൺലൈക്ക് പോൾസസ് ഓഫ് ടു മാഗ്നറ്റ്. എന്താ പറഞ്ഞേക്ക? അൺലൈക്ക് പോൾസസ് എന്ന് വെച്ചാൽ എന്താണ്? അൺലൈക്ക് പോൾസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർത്തും സൗത്തും അല്ലേ? നോർത്ത് സൗത്തും ആണ് അൺലൈക്ക് പോൾസസ്, അല്ലെങ്കിൽ സൗത്ത് നോർത്ത്, ഇത് രണ്ടുമാണ് എന്തെന്ന് അറിയപ്പെടുക? അൺലൈക്ക് പോൾസസ് എന്ന് അറിയപ്പെടുന്നത്. എന്നിട്ട് നോക്കി, അൺലൈക്ക് പോൾസസ് ഓഫ് ടു മാഗ്നറ്റ്, രണ്ട് മാഗ്നറ്റിന്റെ അൺലൈക്ക് പോൾസസ് എപ്പോഴും എന്തായിരിക്കും ചെയ്യുക? അട്രാക്ട് ഈച്ച് അതർ ആയിരിക്കും അല്ലേ? കൂടിച്ചേരും. അൺലൈക്ക് നോർത്ത് സൗത്തും, അൺലൈക്ക് മീൻസ് എന്താണ്? ഡിഫറെൻ്റ് എന്നുള്ളതാണ്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെക്കുക. നോർത്ത് സൗത്ത് കൂടെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അതെന്താ ചെയ്യുക? അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുക. അന്നേരം നോക്കി, അൺലൈക്ക് പോൾസസ് തമ്മിൽ അട്രാക്ട് ചെയ്യുകയും ലൈക്ക് പോൾസസ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെ? മാഗ്നറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നറിയപ്പെടുന്നത്. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് ആണ് ചോദിച്ചേക്കുക അല്ലേ? ഓപ്ഷൻ നോക്കാം നമുക്ക്. വെബർ ഉണ്ട്, ടെസ്ല ഉണ്ട്, ഹെൻറി ഉണ്ട്, കൂളംബ് ഉണ്ട് അല്ലേ? കൂളംബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ചാർജിന്റെ അല്ലെ? ഇലക്ട്രിക് ചാർജിന്റെ SI യൂണിറ്റ് ആണ് എന്തെന്നറിയപ്പെടുക? കൂളംബ് എന്നറിയപ്പെടുന്നത്. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ വരിക? ടെസ്ലയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആർമിക്ക് എക്സാമിനും അതുപോലെ തന്നെ TI എക്സാമിനൊക്കെ എന്ത് ചെയ്തു? നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് നോക്കി, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നറിയപ്പെടുന്നതിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ടെസ്ലയാണ് SI യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഓൾവേസ് പോയിന്റ് ഇൻ ദ. എന്താ പറഞ്ഞേക്കാം? നമ്മൾ എന്ത് ചെയ്തു? ഒരു മാഗ്നറ്റിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു ത്രെഡിൽ കെട്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഹോൾഡ് ചെയ്യുകയാണ്. അങ്ങനെ തൂക്കിയിടുന്ന സമയത്ത് എന്താണ് പറഞ്ഞേക്കുക? അത് പോയിന്റ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ അത് വന്ന് നിൽക്കുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം നമുക്ക്. ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണോ മാഗ്നറ്റ് ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുക, സസ്പെൻഡ് ചെയ്ത് കിടക്കുക?
അല്ലെങ്കിൽ എന്താണ് നോർത്ത് സൗത്ത് ഡയറക്ഷൻ, നോർത്തിൻ്റെയും സൗത്തിൻ്റെയും ഡയറക്ഷനിലാണോ എന്ത് ചെയ്യുക, സസ്പെൻഡ് ചെയ്ത് കിടക്കുക. അടുത്ത എന്താണ് നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ അല്ലേ, നോർത്ത് ഈസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ എന്താണ് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലോടാണ് എന്ത് ചെയ്യുക മാഗ്നറ്റ് സസ്പെൻഡ് ചെയ്ത് കിടക്കുക. അല്ലെങ്കിൽ എന്താണ് എനി റാൻഡം ഡയറക്ഷൻ, ഏതെങ്കിലും റാൻഡം ഡയറക്ഷനിലാണോ സസ്പെൻഡ് ചെയ്ത് കിടക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു ബാർ മാഗ്നറ്റിനെ ഒരു ത്രെഡിനകത്ത് നമ്മൾ ഹോൾഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ആ മാഗ്നറ്റ് എന്തായിരിക്കും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുക ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ എന്താ സസ്പെൻഡ് ചെയ്യുക. തൂക്കിയിട്ട് കഴിഞ്ഞാൽ എപ്പോഴും ആ മാഗ്നറ്റ് എന്ത് ചെയ്യുന്നുണ്ട് നോർത്ത് അല്ലെ എർത്തിന് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുക എപ്പോഴും എന്ത് ചെയ്യുക സസ്പെൻഡ് ചെയ്ത് കാണപ്പെടുന്നത്. അതിൻ്റെ ആൻസർ ഏതായിരിക്കും വരിക, ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? ഓക്കെ, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ്സസ് ആയിട്ടും ഓഫ്ലൈൻ ക്ലാസ്സസ് ആയിട്ടും നമ്മൾ ക്ലാസ്സുകളെല്ലാം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സസ് എന്നറിയപ്പെടുന്നത് നേവി SSR MR MA അല്ലെ, SSRൻ്റെ MRൻ്റെ മെഡിക്കൽ അസിസ്റ്റൻ്റെയും ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്. അതുപോലെ തന്നെ എയർഫോഴ്സ് XYയുടെയും ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്. അതുപോലെ 2026 SSGDയുടെയും ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, എയർഫോഴ്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 15-ാം തീയതിയാണ് നമ്മൾ ക്ലാസ് എയർഫോഴ്സിൻ്റെ XYയുടേത് അല്ലെ, +2 ബേസ്ഡ് ആയിട്ടുള്ളതും 10th ബേസ്ഡ് ആയിട്ടുള്ള എക്സാം XY നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ജൂൺ 15-ാം തീയതിയാണ്. SSCGDയുടെ 2026 SSGDയുടെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 8-ാം തീയതിയാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ഓൺലൈൻ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും, അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എന്നറിയപ്പെടുന്നത് നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ആയിട്ടായിരിക്കും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. ഡെയിലി ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈവനിങ്ങിനുള്ളിൽ നമ്മുടെ ഈ ക്ലാസ് നമ്മുടെ ആപ്പിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ടേക്കും. അതുപോലെ തന്നെ ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽസും ഡെയിലി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും റിവിഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ എന്താണ് 50 above പ്ലസ് അല്ലെ 50+ above എന്താണ് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഫോൺ നമ്പറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 2 നമ്പേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കുക, നിങ്ങൾക്ക് എന്ത് ചെയ്യണം കറക്റ്റ് അപ്ഡേഷൻസ് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്ത് 2026 തന്നെ എന്താണ് ഒരു ഡിഫൻസ് ജോബ് നമ്മൾ എന്ത് ചെയ്യുക കൈവരിക്കാനായിട്ട് നോക്കണം. ഓക്കെ, നമുക്ക് നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് കറണ്ട് യൂസിങ് മാഗ്നറ്റിക് എഫക്റ്റ്? മാഗ്നറ്റിക് എഫക്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കിയേ, വോൾട്ടിമീറ്റർ, രണ്ടാമത്തേതാണ് അമ്മീറ്റർ, അടുത്തേതാണ് ഗാൽവനോമീറ്റർ, അടുത്തേതാണ് തെർമോമീറ്റർ അല്ലേ. തെർമോമീറ്റർ നമുക്കറിയാം ടെമ്പറേച്ചറൊക്കെ മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്നറിയപ്പെടുക, തെർമോമീറ്റർ എന്നറിയപ്പെടുന്നത് അല്ലേ. എന്നിട്ട് നോക്കിയാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് കറണ്ട് യൂസിങ് മാഗ്നറ്റിക് എഫക്റ്റ്? മാഗ്നറ്റിക് എഫക്റ്റ് മുഖേന ഇലക്ട്രിക് കറണ്ട് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഗാൽവനോമീറ്റർ ആണ്. തിരിഞ്ഞു പോകരുത്, ഓപ്ഷൻ സി ഗാൽവനോമീറ്റർ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? ഓക്കെ ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ സ്ട്രേറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആർ. എന്താ പറഞ്ഞേക്ക, ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ സ്ട്രേറ്റ് കറന്റ് ക്യാരിയിങ്, ഒരു സ്ട്രേറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനകത്ത് ഫോം ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ അല്ലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കിയേ. ഓപ്ഷൻ നോക്കിയേ, സ്ട്രേറ്റ് ലൈനായിട്ട് കാണപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ എന്താണ്, സർക്കുലർ ലൈൻസ് ആയിട്ടാണ് കാണപ്പെടുക. മൂന്നാമത്തെ എന്താണ്, എലിപ്റ്റിക്കൽ ലൈൻസ് ആയിട്ടാണ് കാണപ്പെടുക. അല്ലെങ്കിൽ എന്താണ്, റാൻഡം ലൈൻസ് ആയിട്ടാണ് കാണപ്പെടുക. എങ്ങനെയായിരിക്കും കാണപ്പെടുക, എന്താണ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ സ്ട്രേറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. സ്ട്രേറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനകത്ത് എന്ത് ചെയ്യുകയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് കാണപ്പെടുക, സ്ട്രേറ്റ് ലൈൻ ആയിട്ടാണോ, സർക്കുലർ ലൈൻ ആയിട്ടാണോ, ഏതാണ് എലിപ്റ്റിക്കൽ ലൈൻസ് ആയിട്ടാണോ, റാൻഡം ലൈൻസ് ആയിട്ടാണോ, ഏതിനകത്തായിരിക്കും കാണപ്പെടുക, എങ്ങനെയായിരിക്കും കാണപ്പെടുക? ആൻസർ ഏതാണ്, സർക്കുലർ ലൈൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ലോ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ? ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കി. എന്താ പറഞ്ഞേക്കുന്നത്,
ഏത് ലോ അനുസരിച്ചിട്ടാണ് ദ ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് എറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനകത്തൂടെ എന്ത് ചെയ്യുകയാണ്, അതിനകത്ത് ഫോം ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പറയുന്നത് ഏത് ലോ വെച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കാം നമുക്ക് ഓപ്ഷൻസ്. ഓപ്ഷൻ ഏതാണ്? ഒന്നാമത്തെ ഓംസ് ലോ, രണ്ടാമത്തെ എന്താണ്? ഫാരഡേസ് ലോ ആണ്, അടുത്ത എന്താണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്, അടുത്ത എന്താണ്? ലെൻസസ് ലോ ആണ് അല്ലേ. ഓംസ് ലോ നമുക്കറിയാം കറണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ലോ ആണ് എന്തെന്നറിയപ്പെടുക, ഓംസ് ലോ എന്നറിയപ്പെടുന്നത്. ഫാരഡേസും അതുപോലെ തന്നെയാണ്. നമുക്ക് എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താണ്? മാഗ്നറ്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അന്നേരം നോക്കി ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ലൈൻസിൻ്റെ അല്ലെങ്കിൽ എന്താണ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനകത്തുള്ള എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത് എപ്പോഴും ഏത് റൂൾ വെച്ചിട്ടാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ടാണ്. ക്ലിയർ ആണേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ എർത്ത് ബിഹേവ്സ് അപ്രോക്സിമേറ്റ്ലി ലൈക്ക് എ, എർത്ത് ബിഹേവ് ചെയ്യുന്നത് എന്തായിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കി. ഓപ്ഷൻ എ ബാർ മാഗ്നറ്റ്, രണ്ടാമത്തെ എന്താണ്? ഓപ്ഷൻ ബി ഇലക്ട്രോ മാഗ്നറ്റ് ഓൺലി, മൂന്നാമത്തെ എന്താണ്? നോൺ മാഗ്നറ്റിക് ഒബ്ജക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ എന്താണ്? ഒരു സർക്കുലർ മാഗ്നറ്റ് ആയിട്ട്. എങ്ങനെയായിരിക്കും എർത്ത് ബിഹേവ് ചെയ്യുക? നോക്കിയേ, എർത്ത് ബിഹേവ് ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും? ഒരു മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. ഏത് മാഗ്നറ്റ് ആയിട്ടാണ്? ബാർ മാഗ്നറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എർത്ത് ബിഹേവ് ചെയ്യുന്നുണ്ട്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണപ്പെടുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ നോക്കി. ഇന്റർസെക്ട് ഈച്ച് അതർ എന്ന് വെച്ചാൽ എന്താണ്? കൂടി ചേർന്നിട്ടാണോ കാണപ്പെടുക? അടുത്ത നോക്കി. സ്റ്റാർട്ട് ആൻഡ് എൻഡ് അറ്റ് ദ സെയിം പോൾ, ഒരേ പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ പോളിൽ തന്നെ വന്ന് എൻഡ് ചെയ്യുകയാണോ? അടുത്ത നോക്കി. ഫോം ക്ലോസ്ഡ് ലൂപ്പ് ആയിട്ടാണോ കാണപ്പെടുക? അല്ലെങ്കിൽ ആർ ഓൾവേസ് സ്ട്രെയിറ്റ്, എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടാണോ കാണപ്പെടുക? ഏത് രീതിയിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ് ആൻസർ എഴുതേണ്ടത്? നോക്കിയേ, തിരിഞ്ഞു പോകരുത്. ഫ്രം ക്ലോസ്ഡ് ലൂപ്പ് അല്ലേ, ഒരു ക്ലോസ്ഡ് ലൂപ്പായിട്ടായിരിക്കും എന്ത് ചെയ്യുക? മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും കാണപ്പെടുന്നത് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും കാണപ്പെടുക ഏത് ഫോമിലാണെന്ന് വെച്ചാൽ എന്താണ്? ക്ലോസ്ഡ് ലൂപ്പ് ഫോമിലാണ് എന്ത് ചെയ്യുക? കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് ആൻ ഇലക്ട്രോമാഗ്നറ്റ്? നോക്കി, എന്താണ്? ഒരു ഇലക്ട്രോമാഗ്നറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തു താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, അതൊന്നും എന്ത് ചെയ്യുക, നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം, മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്ത് നോക്കാം. നമുക്ക് എന്ത് ചെയ്യും? കറക്റ്റായിട്ട് അതിൻ്റെ മീനിങ് അറിയാനായിട്ട് പറ്റും അല്ലേ. നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് ആൻ ഇലക്ട്രോമാഗ്നറ്റ്? ഒരു ഇലക്ട്രോമാഗ്നറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതിനെയാണ്? ഓപ്ഷൻ നോക്കിയേ. ഒന്നാമത്തെ ഏതാണ്? കോപ്പർ കോറിനെയാണോ? അടുത്ത ഏതാണ്? വുഡൻ കോറ്, അടുത്ത ഏതാണ്? സോഫ്റ്റ് അയൺ കോറ്, അടുത്ത ഏതാണ്? പ്ലാസ്റ്റിക് കോറ്. നമുക്ക് ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക് കോറ്. നമുക്കറിയാം പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റേ അല്ല, അതുകൊണ്ട് അതിനെ കട്ട് ചെയ്യാം. വുഡൻ കോറും എന്ത് തന്നെയാണ്? അതുപോലെ തന്നെ എന്താണ്? അതിനെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. എന്തുകൊണ്ടാണ്? വുഡും എന്ത് ചെയ്യത്തില്ല? മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യത്തില്ല. അടുത്തതാണ് കോപ്പറും ഉണ്ട്, സോഫ്റ്റ് അയൺ കോറും ഉണ്ട്. ഇത് രണ്ടിനകത്ത് നമുക്കറിയാം ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യുകയാണ്? അട്രാക്ട് ചെയ്ത് എപ്പോഴും അയൺ ആണ്. അതുകൊണ്ട് ആൻസർ ഏതായിരിക്കും വരിക? ഓപ്ഷൻ സി സോഫ്റ്റ് അയൺ കോറാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ സ്ട്രെങ്ത് ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ, എന്താണ് പറഞ്ഞേക്കുക? ദ സ്ട്രെങ്ത് ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. സ്ട്രെങ്ത്, ഒരു മാഗ്നറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രെങ്ത് ഇൻക്രീസ് ആവുന്നത് എപ്പോഴും എങ്ങനെയാണെന്ന് നോക്കി. റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ, ഒരു കോയിലിനകത്തുള്ള നമ്പർ ഓഫ് ടേൺസ് റെഡ്യൂസ് ചെയ്യുക മീൻസ് എന്താണ്? കുറയുകയാണോ? അടുത്ത നോക്കി. ഇൻക്രീസ് ദ കറണ്ട് ത്രൂ ദ കോയിൽ, ഒരു കോയിലിനകത്തോട് എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് നന്നായിട്ട് കടന്നു പോകുമ്പോഴാണോ അതെന്ത് ചെയ്യുക? ഇലക്ട്രോമാഗ്നറ്റിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത്.
അടുത്ത നോക്കിയേ, യൂസിങ് എ വുഡൻ കോർ, ഒരു വുഡൻ കോർ അവിടെ യൂസ് ചെയ്യുമ്പോഴാണോ എന്ത് ചെയ്യുക, ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കൂടുന്നത്. അടുത്ത നോക്കിയേ, ഡിക്രീസിങ് ദ കറണ്ട്, കറണ്ടിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ കറണ്ടിനകത്തുള്ള അതെന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുമ്പോഴാണോ എന്ത് ചെയ്യുക സ്ട്രെങ്ത് കുറയുന്നത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് നമുക്ക് നോക്കാം എന്തായിരുന്നു ക്വസ്റ്റ്യൻ, എന്തായിരുന്നു, സ്ട്രെങ്ത് ഓഫ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ് അല്ലേ, ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഫാക്ടറാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്, ഇൻക്രീസ് ദ കറണ്ട് ത്രൂ എ കോയിൽ അല്ലെ, ആ കോയിലിനകത്തൂടെ കടത്തിവിടുന്ന കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, അതെന്ത് ചെയ്യുന്നു, ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് വളരെയധികം കൂടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണേ. 14ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. SI യൂണിറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്, മാഗ്നറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത്. ഓക്കെ നോക്കി, ഏതാണ് ദ SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ SI യൂണിറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ഏതാണ്, ടെസ്ലയാണ്. ഓപ്ഷൻ ബി വെബർ ആണ്. ഓപ്ഷൻ സി ആംപിയർ ആണ്. ഓപ്ഷൻ ഡി ഹെൻറി ആണ് അല്ലേ. ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ടിന്റെ SI യൂണിറ്റ് ആണ് എന്തെന്നറിയപ്പെടുക, ആംപിയർ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു, SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലേ. മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്കറിയാം, മാഗ്നറ്റിക് ഫീൽഡും അറിയാം. അതിന് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ SI യൂണിറ്റ് എന്നറിയപ്പെടുന്നത് എപ്പോഴും ഏതാണ്, വെബർ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. കറക്റ്റ് ആൻസർ വെബർ ആണ് SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് സയന്റിസ്റ്റ് ഡിസ്കവേർഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് താഴെ തന്നിരിക്കുന്നത് ഏതെന്ന് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ നമുക്ക് നോക്കാം. ഏതാണ്, ഫസ്റ്റ് വൺ സർ ഐസക് ന്യൂട്ടൺ, രണ്ടാമത്തെ എന്താണ് മൈക്കിൾ ഫാരഡേ, മൂന്നാമത്തെ എന്താണ് ആൽബർട്ട് ഐൻസ്റ്റീൻ, അടുത്ത ഏതാണ് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. 4 സയന്റിസ്റ്റും എന്താണ് ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത സയന്റിസ്റ്റ് പേരാണ് 4 പേരും. പക്ഷെ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ത് ചെയ്യുകയാണ് കണ്ടുപിടിച്ചത് അല്ലെ, ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് ചോദിക്കുന്നതെങ്കിൽ തെറ്റിപ്പോകരുത്, മറന്നു പോകരുത്. ഏതാണ്, ഓപ്ഷൻ ബി മൈക്കിൾ ഫാരഡേ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നറിയപ്പെടുന്നത് നോക്കിയേ, സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്, മാഗ്നറ്റിനെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്നവയാണോ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നറിയപ്പെടുന്നത്. അടുത്ത നോക്കിയേ, വീക്കലി റിപ്പൾഡ് ബൈ മാഗ്നറ്റ്, എന്താ പറഞ്ഞേക്ക, അതായത് മാഗ്നറ്റിനെ എന്ത് ചെയ്യുകയാണ് വീക്കലി റിപ്പൽ ചെയ്യുന്നവയാണോ. അടുത്ത നോക്കിയേ, സ്ട്രോങ്ലി റിപ്പൾഡ് ബൈ മാഗ്നറ്റ്, മാഗ്നറ്റിനെ എന്ത് ചെയ്യുകയാണ് സ്ട്രോങ്ലി റിപ്പൽ ചെയ്യുകയാണോ. അടുത്ത ഏതാണ്, പെർമനന്റ് മാഗ്നറ്റ്, ഏതാണ് പെർമനന്റ് മാഗ്നറ്റ് ആണോ. അതിൽ നോക്കി, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്നറിയപ്പെടുന്നത് എപ്പോഴും എന്തായിരിക്കും, വീക്കലി റിപ്പൾഡ് ബൈ മാഗ്നറ്റ് അല്ലേ, മാഗ്നറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു റിപ്പൽ ചെയ്യുന്നത്, വീക്കലി റിപ്പൽ ചെയ്യുന്നവയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുക, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്നറിയപ്പെടുന്നത്. അതിൽ ഏതാണ് ആൻസർ വരിക, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 17ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നറിയപ്പെടുന്ന വസ്തുക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് നോക്കിയേ, സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്, മാഗ്നറ്റിനെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്നവയാണോ. അടുത്ത് നോക്കിയേ, വീക്കലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്, അതായത് മാഗ്നറ്റിനെ വീക്കലി അട്രാക്ട് ചെയ്യുന്നവയാണോ. അടുത്ത നോക്കിയേ, റിപ്പൾഡ് ബൈ മാഗ്നറ്റ്, മാഗ്നറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് റിപ്പൽ ചെയ്യുന്നവയാണോ. അടുത്ത നോക്കിയേ, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിരിക്കുമോ. എന്നിട്ട് നോക്കി, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നറിയപ്പെടുന്നത് എപ്പോഴും എന്തായിരിക്കും, മറന്നു പോകരുത്, വീക്കലി അട്രാക്ട് അല്ലെ ബൈ മാഗ്നറ്റ്സ്. ഏതായിരിക്കും, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്, വീക്കലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് അല്ലെ, മാഗ്നറ്റോടെ എന്ത് ചെയ്യുന്നു വീക്കലി മീൻസ് എന്താണ്, നന്നായിട്ടല്ല കുറച്ച് രീതിയിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ അട്രാക്ട് ചെയ്തുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുക, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 12ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് മെറ്റീരിയൽ ഈസ് ഫെറോമാഗ്നറ്റിക്, ഏത് മെറ്റീരിയലിനെയാണ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻ നോക്കി, കോപ്പർ,
അലൂമിനിയം, നിക്കൽ, സിങ്ക് അല്ലേ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? കോപ്പർ ആണോ, അലൂമിനിയം ആണോ, നിക്കൽ ആണോ, സിങ്ക് ആയിരിക്കോ? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? അറിയാമോ? ഏതാണ് കറക്റ്റ് ആൻസർ? നിക്കലാണ് അല്ലെ. നിക്കലാണ് എന്ത് ആയിട്ട് ആക്ട് ചെയ്യുക? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നിക്കലാണ് ആക്ട് ചെയ്യുക. ക്ലിയർ ആണ്? നോക്കിയേ 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The force on a moving charge in a magnetic field is maximum when the charge moves. നോക്കിയേ ചാർജ് മൂവ് ചെയ്യുന്നതിനകത്ത് മാക്സിമം ആയിട്ട് കാണപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചത്. നോക്കിയേ എങ്ങനെയാണ്? The force on a moving charge in a magnetic field is maximum when the charge moves. അല്ലെ ചാർജ് മൂവ് ചെയ്യുമ്പോൾ ഏത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിലാണ് മാക്സിമം ആയിട്ട് എന്ത് ചെയ്യുക? ഫോഴ്സ് കാണപ്പെടുന്നത്. ഓപ്ഷൻ നോക്കി. പാരലൽ ടു ദ ഫീൽഡ്, ഫീൽഡിന് പാരലൽ ആയിട്ടുള്ളപ്പോഴാണോ? പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ്, ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുമ്പോഴാണോ? ഓപ്പോസിറ്റ് ടു ദ ഫീൽഡ്, ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണോ? അറ്റ് റെസ്റ്റിൽ ഇരിക്കുമ്പോഴായിരിക്കോ? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ആൻസർ ചെയ്ത് നോക്കിയേ. ഏതായിരിക്കും ആൻസർ വരിക? മാക്സിമം ആയിട്ട് വരുന്ന എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ് വരുമ്പോഴാണ് അല്ലേ. എന്താണ്? പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ് വരുമ്പോഴാണ് എന്ത് ചെയ്യുക? എന്താണ് ഫോഴ്സ് മൂവിങ് ചാർജസ് മാഗ്നറ്റിക് ഫീൽഡ് എന്തായിട്ട് കാണപ്പെടുന്നത്? മാക്സിമം ആയിട്ട് കാണപ്പെടുന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ്? 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 20ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The magnetic field at the center of a circular current carrying coil increased with. ഇത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കി. The magnetic field at the center of a circular current carrying coil increased with. അതായത് സർക്കുലർ ക്യാരിയിങ് കണ്ടക്ടറിനകത്ത് സെൻറ്ററിൽ കാണപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നത് ഏത് കണ്ടീഷനിലാണ് നോക്കിയേ. ഏതാണ്? ഡിക്രീസ് ഇൻ കറണ്ട് കുറയുമ്പോഴാണോ? ഇൻക്രീസ് ഇൻ റേഡിയസ് ഓൺലി, റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണോ? ഇൻക്രീസ് ഇൻ കറണ്ട് ആൻഡ് നമ്പർ ഓഫ് ടേൺസ് അല്ലേ. കറണ്ട് അതായത് ടേൺസ് കൂടുന്നതിനനുസരിച്ച് അതിനകത്ത് ഫ്ലോ ചെയ്യുന്ന കറണ്ട് കൂടുമ്പോഴാണോ? ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് ടേൺസ് അല്ലെ. നമ്പർ ഓഫ് ടേൺസ് എന്ത് ചെയ്യുകയാണ്? ഡിക്രീസ് ചെയ്യുമ്പോഴാണോ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് നോക്കി ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ്. ഇൻക്രീസ് ഇൻ ദ കറണ്ട് ആൻഡ് നമ്പർ ഓഫ് ടേൺസ് ആണ് എന്ത് ചെയ്യുക? കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അതിന് നമ്മുടെ വീഡിയോ സെഷനിൽ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തത്. അതിൽ 20 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. ബാലൻസ് 5 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, എ പ്രോട്ടോൺ എൻറ്റേഴ്സ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ് വെലോസിറ്റി. ദ പാത്ത് ഫോളോഡ് ബൈ ദ പ്രോട്ടോൺ വിൽ ബി. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 വേർഡ് ആണെങ്കിൽ കുറച്ച് നമ്മൾ എന്ത് തിങ്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞേക്കാം? എ പ്രോട്ടോൺ എൻറ്റേഴ്സ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. എന്താണ്? ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് അത് എന്ത് ചെയ്യുകയാണ്? ഒരു പ്രോട്ടോൺ എൻറ്റർ ചെയ്യുമ്പോൾ പെർപെൻഡിക്കുലർ ടു ഇറ്റ് വെലോസിറ്റി അല്ലെ, വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻറ്റർ ചെയ്യുക. ദ പാത്ത് ഫോളോഡ് ബൈ ദ പ്രോട്ടോൺ വിൽ ബി. ആ പ്രോട്ടോണിൻ്റെ പാത്ത് എങ്ങനെയായിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ ഏതാണ്? ഫസ്റ്റ് വൺ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അടുത്ത ഏതാണ്? സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുക. അടുത്ത ഏതാണ്? പാരബോളിക് പാത്തിലാണ് മൂവ് ചെയ്യുക. എലിപ്റ്റിക്കൽ പാത്തിലാണ് മൂവ് ചെയ്യുക. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഒരു പ്രോട്ടോണിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു പ്രോട്ടോണിനെ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണിനെ എന്ത് ചെയ്തു? എൻട്രി ചെയ്യിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് ചോദിച്ചത്. എങ്ങനെയായിരിക്കും വരിക? ഏത് പാത്തിലായിരിക്കും? സർക്കുലർ പാത്തിലാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The magnetic field inside a long solenoid is. എന്താ പറഞ്ഞേക്കാം? ലോങ് സോളിനോയിഡിനകത്ത് കാണപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും കാണപ്പെടുക അല്ലേ. ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ ലോങ് സോളിനോയിഡ്, ലോങ് സോളിനോയിഡിനകത്ത് കാണപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ നോക്കിയേ 0. അടുത്ത നോക്കിയേ വീക്ക് ആൻഡ് നോൺ യൂണിഫോം. വീക്കായിട്ടുള്ളതും നോൺ യൂണിഫോം ആയിട്ടും കാണപ്പെടുന്നുണ്ട്. സ്ട്രോങ് ആൻഡ് നിയർലി യൂണിഫോം. എന്താണ് പറഞ്ഞേക്കാം? സ്ട്രോങ് ആയിട്ട് നിയർലി യൂണിഫോം ആയിട്ടോ കാണപ്പെടുന്നുണ്ട്. സർക്കുലർ പാത്തിൽ കാണപ്പെടുന്നുണ്ട്. എങ്ങനെയായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുക? അല്ലെങ്കിൽ നോക്കി ലോങ് സോളിനോയിഡിനകത്ത് വരുമ്പോൾ എന്താണ് അതിനകത്ത് കാണപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കറക്റ്റ് ആൻസർ? നോക്കിയേ എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുക?
ഓക്കെ സ്ട്രോങ് ആൻഡ് നിയർലി യൂണിഫോം ആയിരിക്കും കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ 2026 SSC GDയുടെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആവുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ്റെ ക്ലാസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 8-ാം തീയതിയാണ് ക്ലാസ് ചെയ്യുക. ഓൺലൈൻ ക്ലാസ് ആയിട്ടും ഓഫ്ലൈൻ ക്ലാസ് ആയിട്ടും നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ എമൗണ്ടുമാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഡെയിലി നമ്മൾ ലൈവ് ക്ലാസ്സസ് ആയിട്ടും പ്രാക്ടീസ് പേപ്പറും ഒക്കെ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. റിവിഷൻ ക്ലാസ് എൻഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ റിവിഷൻ ക്ലാസ്സുകളും ആഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 8-ാം തീയതിയാണ്. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 നമ്പേഴ്സിനകത്ത് വിളിച്ചാൽ മതി. കറക്റ്റ് അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 21ാം ക്വസ്റ്റ്യൻ ഇതാണ്. The magnetic field at a point is strongest where the magnetic field lines are. Okay, എന്താണ്? The magnetic field at a point is strongest. ഏറ്റവും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? ഓക്കെ, ഫാർ അപ്പാർട്ട്, ദൂരോട്ട് പോകുമ്പോഴാണോ? അടുത്തേതാണ് ക്ലോസ് ടുഗദർ, ചേർന്നിരിക്കുമ്പോഴാണോ? അടുത്തേതാണ് പാരലാണോ? അടുത്തേതാണ് ആബ്സെൻറ്റിലാണോ? ഏതായിരിക്കും ആൻസർ വരിക? ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഈസ് സ്ട്രോങ്ങസ്റ്റ് വേർ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലേ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ എന്താണ് പോയിന്റ്സ് എപ്പോഴും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് മാറുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ എന്നറിയോ? ഏതാണ്? ക്ലോസ് ടുഗദർ അല്ലേ. ക്ലോസ് ടുഗദർ ആകുമ്പോഴാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ്. ഇനി 2 ക്വസ്റ്റ്യൻസ് ഇവിടെ ഉള്ളൂ. നമുക്ക് 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 24ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മാഗ്നറ്റിക് മെറ്റീരിയൽ? താഴെ തന്നിരിക്കുന്നത് മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലാത്തത് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ നോക്കിയേ. അയൺ, കൊബാൾട്ട്, നിക്കൽ, റബ്ബർ. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് റബ്ബർ എന്തല്ല, ഒരു മാഗ്നറ്റിക് ഒബ്ജക്റ്റ് അല്ല. എന്താണ് മാഗ്നറ്റിക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? മാഗ്നറ്റ് അട്രാക്ട് ചെയ്തെടുക്കാനുള്ള കഴിവുള്ളവയാണ് മാഗ്നറ്റിക് ഒബ്ജക്റ്റ് എന്നറിയപ്പെടുന്നത്. അയൺ എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്ജക്റ്റ് മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. കൊബാൾട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിക്കൽ എന്ത് ചെയ്യുന്നുണ്ട്? കൊബാൾട്ട് എന്താണ് മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. റബ്ബർ എന്ത് ചെയ്യുന്നില്ല? മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യത്തില്ല. ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുക കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നോട്ട് എ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്നാണ് അല്ലേ. മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലാത്തതാണ്. അതിന് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കണം. നോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ആൻസർ എഴുതണം. ഓക്കെ, നമ്മുടെ ലൈവ് സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ദ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് വാസ് ഡിസ്കവേർഡ് ബൈ അല്ലേ. മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത സയൻറ്റിസ്റ്റ് ആണ് ചോദിച്ചേക്കുക അല്ലേ. ഓക്കെ, മൈക്കിൾ ഫാരഡേ, എന്താണ് ആൻഡ്രി മേരി ആംപിയർ, ഹാൻസ് ക്രിസ്റ്റ്യൻ ഓസ്റ്റേർഡ്, ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ് പറഞ്ഞേക്കാം? മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലേ. മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹാൻസ് ക്രിസ്റ്റ്യൻ ഓയിസ്റ്റർ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ്. 25 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ 25 ക്വസ്റ്റ്യൻസ് മാഗ്നറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. മാഗ്നറ്റ് എന്നുള്ള ചാപ്റ്ററിലെ മാഗ്നറ്റ് അല്ലെങ്കിൽ എന്താണ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത 25 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 25 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് അല്ലേ നമ്മളെ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യണം. പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനകത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് മാഗ്നറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന്. ഓക്കെയാണ് എല്ലാവരും? അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു വീഡിയോ സെക്ഷനുമായിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.